Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല അടിപൊളി 3 കമ്മലാണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. ഐപിൻ, ബീഡ്സ്, ഇയർ ഹുക്ക്, പ്ലെയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ നോക്കാം. ചെറിയ വ്യത്യാസത്തിലുള്ള 3 ഡിസൈൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഐപിൻ എടുക്കുക, അതിലോട്ട് മുത്തുകൾ കോർക്കുക. 4 മുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കോർത്ത ശേഷം ഈ ഐപിന്നിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് ബെൻഡ് ചെയ്യുക, അതിനുശേഷം പതുക്കെ തിരിച്ച് ലൂപ്പ് ഉണ്ടാക്കാം. നല്ല ഭംഗിയുള്ള ലൂപ്പായി. നമുക്കിതിലോട്ട് 2 ഐപിൻസ് സൈഡിൽ കോർക്കണം. അപ്പോൾ ഈ ഐപിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് അകത്തിയ ശേഷം ഈ സൈഡിൽ കോർക്കാം. അകത്തുമ്പോൾ സൈഡിലോട്ട് അകത്തണം, എങ്കിലേ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചരിഞ്ഞെല്ലാം പോകും. അതായത് ഇങ്ങനെ വെളിയിലോട്ട് അകത്തെടുത്ത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വേണം അകത്താൻ. ഇതേപോലെ തന്നെ ഇനി മറ്റേ ഭാഗത്തു കൂടി നമുക്ക് ഈ ഐപിന്നെ കോർക്കാം. ഇവിടെ 3 ഡിസൈൻ ഉണ്ടെങ്കിലും 3ഉം വേറെ വേറെ ഡിസൈൻസ് അല്ല, ഒരു ചെറിയ വ്യത്യാസത്തിലുള്ള ഡിസൈൻസ് ആണ്. അതായത് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഡിസൈനും, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് മൂന്നാമത്തെ ഡിസൈനും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഐപിനും നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി ഇത് 2ൻ്റെ അറ്റത്തും ഓരോ ലൂപ്പ് കൂടി ഉണ്ടാക്കണം. അത് ഇയർ ഹുക്ക് കോർക്കാൻ വേണ്ടിയുള്ള ലൂപ്പാണ് ഈ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഒരേ ലെങ്ത്ത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ലൂപ്പ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കീറി ഒന്ന് താഴ്ന്നിരിക്കും. അപ്പോൾ 2 ഒരുമിച്ച് പിടിച്ച് നോക്കിയിട്ട് ഒരുമിച്ച് തന്നെ ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് വെച്ച് നോക്കിയിട്ട് ഒരുമിച്ച് ബെൻഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 ഡിസൈൻ ഉണ്ടാക്കാനും ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല, ആകെ ഐപിന്നും ബീഡ്സും മാത്രം മതി. അപ്പോൾ ഈ മുത്തിൻ്റെ കമ്മലുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഡിസൈൻസാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്കൂളിൽ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇടാൻ പറ്റിയ നല്ല കമ്മലുകളാണ്. അപ്പോൾ 2 ഐപ്പിന്നിലും ഓരോ ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിന് ഇയർ ഹുക്കിലോട്ട് കോർക്കാം. ഇയർ ഹുക്കിലോട്ട് കോർക്കുമ്പോൾ അതിലുള്ള ലൂപ്പ് അകത്തിയാൽ മതി. അപ്പോൾ അകത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലോട്ട് അകത്തുക, അതിനുശേഷം ഈ 2 ഐപ്പിന്നിൻ്റെ ലൂപ്പിലോട്ട് എടുത്ത് അതിൽ കോർക്കാം. അപ്പോൾ ഈ കോർക്കുമ്പോൾ കറക്റ്റ് ഡയറക്ഷൻ വെച്ച് നോക്കിയിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ലൂപ്പ് 2ഉം ഒരേപോലെ വരുന്ന ഡയറക്ഷനിൽ വെച്ചിട്ട് വേണം കോർക്കാൻ, അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ അത് തിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇയർ ഹുക്കിൻ്റെ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കമ്മലാണ്. എന്നാൽ സിമ്പിളാണ്, ഈസിയാണ്. ഇതിന് ചിലവും കുറവാണ്. ഒരു 10 രൂപ 15 രൂപ അതിൻ്റെ ഇടയിലേ വരുള്ളൂ. മാക്സിമം പോയാൽ 15 രൂപ, അതിൻ്റെ മേലെ പോവില്ല. അപ്പോൾ അത്രയും ചിലവ് കുറവാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. ഇതിൽ മെറ്റീരിയൽസ് ബീഡ്സ്, ഐപിൻ, ഇയർ ഹുക്ക്, പ്ലെയർ. കുഞ്ഞ് ബീഡ്സാണ് അധികം എടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതും ഫസ്റ്റ് 2 സ്റ്റെപ്സ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ ചെയ്ത അതേപോലെ തന്നെയാണ്. ഒരു ഐപിൻ എടുക്കുക, അതിൽ 4 മുത്ത് കോർത്തിട്ട് നമ്മൾ ലൂപ്പ് ഉണ്ടാക്കി ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു സൈഡിൽ ഒരു ഐപിൻ കോർക്കുക, ഐപിൻ കോർത്ത് ലൂപ്പ് ക്ലോസ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് കുഞ്ഞ് ബീഡ്സ് കോർക്കാം. ഞാനിവിടെ കുഞ്ഞ് ബീഡ്സ് 6 കോർത്തിരിക്കുന്നത്. അത് ഐപിന് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മുത്ത് കോർക്കാം. ചെറിയ ഐപിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും മുത്ത് കോർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് ഞാൻ 6 കോർത്തിട്ട് അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാനുള്ള സ്പേസ് വിട്ട് ബാക്കി എത്ര സ്പേസിൽ മുത്ത് കോർക്കാൻ പറ്റും അത്രയും കോർക്കാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കോർത്തിട്ട് ബാക്കി ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ലൂപ്പ് ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാനൊരു ആവറേജ് ഒരു നോർമൽ സൈസ് കമ്മലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും നമുക്ക് ഐപിൻ കോർത്തിട്ട് ഇതുപോലെ കുഞ്ഞ് ബീഡ്സ് അതിൽ കോർക്കാം. 6 മുത്ത് തന്നെയാണ് ഞാൻ അവിടെയും കോർക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ 2 ഐപിനിലും ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇയർ ഹുക്ക് അതിലോട്ട് കോർക്കുകയാണ്. ഇയർ ഹുക്കിലുള്ള ലൂപ്പ് അകത്തിയിട്ട് ഈ 2 ഐപിനിലുള്ള ലൂപ്പ് എടുത്തിട്ട് അതിൽ കോർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഇതിൽ 2 സൈഡിലും നമ്മൾ കുഞ്ഞ് ബീഡ്സ് കൂടുതൽ കോർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഡിസൈൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിസൈൻ പോലെ തന്നെയാണ്, അതിൽ നമ്മൾ സൈഡിൽ മുത്ത് കോർത്തില്ല, ഇതിൽ സൈഡിൽ മുത്ത് കോർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാ മെത്തേഡും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. അതും ഈ ഡിസൈൻ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 3 മുത്തും 3 ഹെഡ് പിന്നും ആണ്. അതിൽ ഒരു ഹെഡ് പിൻ എടുക്കുക, ഒരു മുത്ത് കോർക്കുക, എക്സ്ട്രാ വരുന്ന ലെങ്ത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അതായത് ഒരു മുത്ത് കോർത്ത് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കണം. ഈ കമ്മലിൻ്റെ ട്രയാങ്കിൾ ഷേപ്പ് ആയത് കാരണം 3 സൈഡിലും ഓരോ ഹാങ്ങിങ് ആയി കൊടുക്കാനാണ് നമ്മൾ ഈ മുത്ത് കോർത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ 3 കോർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓരോ ഭാഗത്തായിട്ട് ലൂപ്പ് അകത്തിയിട്ട് കോർക്കാം. ആദ്യം നമുക്ക് മുകളിൽ കോർക്കാം. അതിന് വേണ്ടിയിട്ട് ഇയർ ഹുക്കിൻ്റെ ലൂപ്പ് അകത്തിയ ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഐപ്പിൻ കോർക്കുക. അതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുത്ത് കോർക്കാം. അത് നടുവിൽ വരണം, അതുകൊണ്ട് നടുവിൽ വരുന്ന പോലെ നോക്കി കോർക്കുക. അതിന് ശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇതേപോലെ ബാക്കി 2 മുത്തും നമുക്ക് 2 സൈഡിലായിട്ട് കോർക്കാം. അതോടെ ഈ കമ്മൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 3 ഡിസൈനും നല്ല ഭംഗിയുണ്ട്. ഒരേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഇതിലുള്ളൂ. അപ്പോൾ ഒത്തിരി ചിലവില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 കമ്മലാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.